ഹായ് ഓൾ, എല്ലാവർക്കും മമ്മീസ് റൂമിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി അറിയാലോ, ഒരു ഇറ്റാലിയൻ പാസ്തയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഷ്രിംപ് പാസ്ത വിത്ത് വൈറ്റ് സോസ്. അതാണ് ചെമ്മീനെ കൊണ്ടുള്ള പാസ്തയാണ്. സിമ്പിളായിട്ടുള്ള പാസ്തയാണ്, വളരെ എളുപ്പം ഉണ്ടാക്കുക. വീട്ടിൽ നിന്ന് കിട്ടുന്ന സാധനത്തോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പിയാണ്. നല്ല സോസി ആൻഡ് ക്രീമി ആയിട്ടുള്ള നല്ലൊരു ഇറ്റാലിയൻ പാസ്തയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ കാണും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായി വൃത്തിയാക്കി വെച്ച ഒരു 250-300 ഗ്രാമോളം വരുന്ന ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഏകദേശം ഒരു ടീസ്പൂണോളം കുരുമുളകും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വീട്ടിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പച്ചക്കറിയാണ് എടുക്കുന്നത്. തക്കാളി, ഉള്ളി, പിന്നെ ക്രീം പീസ്, ഫ്രോസൺ ക്രീം പീസാണ്, പിന്നെ ക്യാപ്സിക്കം, സ്പൈസിനെസ് ആയിട്ട് ഗ്രീൻ ചില്ലി ഓപ്ഷണലാണ്, ബ്രോക്കോളി, ക്യാരറ്റ്, അങ്ങനെ ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് വേണ്ട ബട്ടർ എടുത്തിട്ടുണ്ട്, പിന്നെ പാലെടുത്തിട്ടുണ്ട്. ഏകദേശം 500 ml പാലാണിത്. അപ്പോൾ അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കുക്ക് ചെയ്ത് വെച്ച പാസ്തയാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാസ്ത വേണമെങ്കിലും ഏത് ഷേപ്പിലുള്ള പാസ്ത വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പാനൊന്ന് ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ ഒഴിച്ച് കൊടുത്തിട്ട് ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലിൽ വെച്ചിട്ടും ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ചെമ്മീൻ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി അടുത്തത് വൈറ്റ് സോസ് ഉണ്ടാക്കലാണ്. വളരെ എളുപ്പമാണ്. ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഒന്ന് ചൂടാക്കിയിട്ട് പാസ്തയിലേക്ക് ഒഴിച്ച് വെച്ചാലും മതി, അങ്ങനെയും സ്റ്റോർ ചെയ്യാം. ഇവിടെ ഇപ്പോൾ സോസ് പാനിലേക്ക് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂണ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് കഴിയട്ടെ. മെൽറ്റ് ചെയ്ത ശേഷമാണ് 5-6 ടേബിൾ സ്പൂണോളം മൈദ ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് നന്നായിട്ട് എണ്ണയിലിട്ടൊന്ന് വറുത്തെടുത്തിട്ടാണ് പിന്നെയാണ് പാൽ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി എടുക്കുന്നത്. ഇനി മൈദയും ബട്ടറും കൂടി കൂട്ടിയിട്ട് നല്ല രീതിയിൽ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. മൈദയുടെ കളർ ചേഞ്ച് ആവുന്നത് വരെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇനി കുറച്ചായിട്ട് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ട കൂടാണ്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റാക്കി എടുക്കണമെങ്കിൽ അതുപോലെ ചെയ്തെടുക്കണം. ഇനി ബാക്കിയുള്ള പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ കൈയെടുക്കാണ്ട് വേണം ഇതൊന്ന് ഇളക്കിയിട്ടൊന്ന് കുറുകിയെടുക്കാനായിട്ട്, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് 5-6 കറാമ്പൂ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേ ലീവ്സും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്.
ഇത് അൺസാൾട്ടഡ് ബട്ടറാണ്. സാൾട്ടഡ് ബട്ടർ ആണെങ്കിൽ ഒന്ന് ഉപ്പ് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് വേണം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. ഒന്ന് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പാലിൻ്റെ മിക്സ്ചർ ഏകദേശം ഒന്ന് കുറുകി വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് സിമ്മിൽ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകിയെടുക്കാം. നന്ന കട്ടി കൂടാൻ പാടില്ല, അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. നല്ല സോസി ക്രീമി ആക്കിയിട്ട് വേണം ഇതൊന്ന് എടുക്കാനായിട്ട്. വൈറ്റ് സോസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തീയൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഇനി അടുത്ത സ്റ്റെപ്പ് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യലാണ്. അതിനായിട്ടുള്ളൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി പാനിലേക്ക് ആവശ്യത്തിന് ബട്ടർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം ഉള്ളി ഒന്നിട്ടിട്ട് വേണം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട്. പിന്നെ ബാക്കിയുള്ള വെജീസ് എല്ലാം കൂടി ഒന്നിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. 1-2 മിനിറ്റ് വരെ ഇത് വഴറ്റിയെടുക്കാൻ പാടുള്ളൂ. ഇനി ബാക്കിയുള്ള പച്ചക്കറിയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ 2 മിനിറ്റ് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റുന്ന സമയത്ത് പച്ചക്കറിയുടെ നിറം മാറാതെ വേണം വഴറ്റിയെടുക്കാനായിട്ട്. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടെ വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പകുതി വൈറ്റ് സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നേരത്തെ വേവിച്ച് വെച്ച പാസ്തയും കൂടി നമുക്കിതിലേക്ക് ഒരു പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബാക്കി പകുതിയും കൂടി അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ സോസ് കുറച്ച് സമയം പുറത്ത് വെക്കുമ്പോൾ തന്നെ ഇതൊന്ന് കട്ടി കൂടി പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ലൂസൺ ചെയ്തെടുത്താൽ മതി. എന്നാൽ തന്നെ ഇത് ശരിയായി കിട്ടും. കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പച്ചക്കറി സോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടായിനി. പിന്നെ പാസ്തയും സോസെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് ഞാൻ സിമ്മിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ടായിനി. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക.
അവസാനത്തെ പാർസ്ലിയോ അല്ലെങ്കിൽ ഒറിഗാനോ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യാം. ആവശ്യമെങ്കിൽ മൊസറല്ല ചീസും കൂടി ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഈ സോസി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഇറ്റാലിയൻ പാസ്ത എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സുമായിട്ട് റിലേറ്റീവ്സുമായിട്ടുള്ള ഇതൊന്ന് ലിങ്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ. Thanks for watching.